നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വല്ല ഡ്രൈവറും അവന്റെ കുഞ്ഞും നെല്ലിശ്ശേരിയിലെ സ്വത്തുക്കളുടെ അവകാശികളായി അങ്ങ് മാറും. എല്ലാവരുടെ അവകാശം ഞാനിപ്പോ ശരിയാക്കി കൊടുക്കാം. സംഗതി ഏറ്റു. ഇനിയെല്ലാം അവള് നോക്കിക്കോളും. ഇതിലിപ്പോ ഒരു ചേഞ്ചിന്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്യാം. എന്താ അത്? കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സേതു സാറ് പറഞ്ഞ പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. അത് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇത് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന്. സ്നേഹേ, അച്ഛനൊന്നും മിണ്ടണ്ട. എന്നെ അറിയിക്കാതെ നിങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമല്ലേ ഇത്? ഇങ്ങനൊരു പ്രോപ്പർട്ടിയുടെ ഡീൽ ഈ വീട്ടിൽ നടക്കുമ്പോ അതിൽ എന്റെ അഭിപ്രായം ചോദിക്കണോന്ന് അച്ഛന് തോന്നിയില്ലല്ലോ. നീ എന്താ അച്ഛനെ ചോദ്യം ചെയ്യണോ? ഇതേ അച്ഛനെടുത്ത തീരുമാനം. ഞങ്ങളത് അനുസരിച്ചു, അത്രേ ഉള്ളൂ. അത് അനുസരിക്കണോ വേണ്ടയോന്ന് ഞാനും കൂടെ തീരുമാനിക്കണമല്ലോ. എനിക്കും കൂടെ അവകാശപ്പെട്ട പ്രോപ്പർട്ടിയല്ലേ ഇതെല്ലാം. പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകി അവരെ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കുക എന്നുള്ളതാ ഒരച്ഛന്റെ കടമ. അതിനുവേണ്ടി നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. മറ്റൊന്നും നീ അന്വേഷിക്കേണ്ടതില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞാലും എനിക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത് ആരുടെ പേരിലാ? സ്വന്തം മക്കളായ ഞങ്ങളുടെ ആരുടെങ്കിലും പേരിലാണോ? ആതിരയുടെയും അർച്ചനയുടെയും കുട്ടികളുടെ പേരില. ആതിരയുടെ കുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പിന്നെ അർച്ചനയുടെ കുട്ടിയുടെ കാര്യം, അത് ശരിക്കും ഈ വീട്ടിലെ കുട്ടിയാണോ? അതിന് നിയമപരമായി അവർ ദത്തെടുത്തിട്ടുണ്ടോ? ഉണ്ടോ സച്ചേട്ടാ? കണ്ടോ, സച്ചേട്ടന് മറുപടിയില്ല. എങ്ങനെ മറുപടി പറയും? നിയമപരമായി ദത്തെടുത്തിട്ടില്ല എന്നുള്ളത് പോട്ടെ. ആ കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരെങ്കിലും നാളെ കേസും കോടതിയായിട്ട് വരില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനിതിലൊന്നും ഇടപെടുന്നില്ല. കേട്ടതിന് മറുപടി പറഞ്ഞേ ഉള്ളൂ. ഈ സ്വത്ത് കൈമാറ്റത്തിന് എനിക്ക് സമ്മതമല്ല. ഇപ്പൊ ഈ കുട്ടികളുടെ പേരിൽ സ്വത്തുക്കളൊന്നും എഴുതി വെക്കാൻ പറ്റില്ല. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, അച്ഛനാ. അച്ഛന്റെ ഒരു തീരുമാനത്തിനും ഇതുവരെ ഞങ്ങൾ ആരും തന്നെ എതിര് പറഞ്ഞിട്ടില്ല. നെല്ലിശ്ശേരിയിൽ ഇന്ന് കാണുന്ന ഈ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയെടുത്തത് അച്ഛന്റെ അധ്വാനം കൊണ്ടാ. അത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അച്ഛനാണ്. അതില് നിനക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവകാശവും. അതിന് ഞാൻ സേതുമാധവന്റെ മകളല്ലാതിരിക്കണം. സ്വത്തുക്കൾ എഴുതി വെച്ച് കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ പേരിൽ പുതിയ അവകാശികൾ വന്നാ നിങ്ങൾ എന്ത് ചെയ്യും? ആ സ്വത്തുക്കളെല്ലാം അന്യദിനപ്പെട്ടു പോവില്ലേ? അതിന് ഞാൻ അനുവദിക്കില്ല. ഇങ്ങനെ ഒരു സ്വത്ത് കൈമാറ്റം ഇപ്പൊ ഈ വീട്ടിൽ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.